If it is important enough, I will make the time. And if not, I will find an excuse. നമുക്ക് ജീവിതത്തിൽ ഏതൊരു കാര്യം പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നുവോ, എന്ന് മനസ്സിലാവുന്നുവോ, എന്ന് നാം ചിന്തിക്കുന്നുവോ, അല്ലെങ്കിൽ നാം അത് ബോധ്യപ്പെടുന്നുവോ, നമുക്കത് ബോധ്യപ്പെടുന്നുവോ, അപ്പോൾ നാം അതിനുവേണ്ടി സമയം കണ്ടെത്തും, അതിനായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കും, സൗകര്യങ്ങളും ഉണ്ടാക്കും. നേരെ മറിച്ച് നമുക്ക് അത് പ്രധാനപ്പെട്ടതല്ല എന്നുണ്ടെങ്കിലോ നമ്മൾ അവിടെ പോകാതിരിക്കാനോ അത് ചെയ്യാതിരിക്കാനോ അതിൽ ഇടപെടാതിരിക്കാനോ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തും. കാരണങ്ങളല്ല, ഒരുപാട് എക്സ്ക്യൂസസ്, ഒഴിവുകഴിവുകൾ കണ്ടെത്തും, ന്യായീകരണങ്ങൾ നിരത്തും. നമ്മളങ്ങനെയല്ലേ മിക്കവാറും നമ്മുടെ നിരത്തുകളിലൊക്കെ വീണ് കിടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആണ് എന്ന് നമുക്ക് തിരിച്ചറിയും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും, ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊരുക്കും, അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും. നേരെ മറിച്ച് അത് നമ്മുടെ സ്വന്തമല്ലാന്ന് തോന്നുമ്പോഴോ നമുക്കത് അപ്രധാനമായിട്ട് മാറും. അവരപ്രധാനമാവും, അവരെ സഹായിക്കുക എന്നുള്ളതും രക്ഷിക്കുക എന്നുള്ളതും അപ്രധാനമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാനുള്ള മറ്റ് വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. അവ ഇതിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്നും ഒക്കെ ചിന്തിച്ച് ഒഴിവ് കഴിവുകളോ ന്യായീകരണങ്ങളോ അവനവൻ്റെ മനസാക്ഷിയോട് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ മാറും. ഞാനിത് ഓർക്കാൻ കാരണം മേരി ഫോർലയെ ഓർത്തപ്പോൾ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിക്കിടെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് മറന്നുപോയൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, ഓംചേരി എന്നൻപിള്ള മാഷ്. ഓംചേരി എന്നൻപിള്ള 101 വയസ്സ് വരെ ഏകദേശം ജീവിച്ച ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം, അദ്ദേഹം കർമ്മനിരതനായിരുന്നു, എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിരുന്നു. ഡൽഹിയിലെ മലയാളികളുടെ ഒരു മുഖമായിരുന്നു. അദ്ദേഹം പങ്കെടുക്കാത്ത സാമൂഹിക സാംസ്കാരിക ഭാഷ സമ്മേളനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പേരിൽ അദ്ദേഹത്തെ ആരും കണ്ടിരുന്നില്ല, അദ്ദേഹം ആരെയും മാനിച്ചിരുന്നില്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട, എല്ലാ മതങ്ങളിലും പെട്ട, എല്ലാ സമുദായങ്ങളിലും പെട്ട എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനുമായിരുന്നു, ബഹുമാനീയനുമായിരുന്നു. അവരുടെ എല്ലാം പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ ഈ മൂന്നിൻ്റെയും ഭാഗമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, അദ്ദേഹത്തിനൊന്നും ആവുമായിരുന്നില്ല. കാരണം ഒരു മനുഷ്യനെ ഈ മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മതിലുകൾ കെട്ടി മാറ്റി നിർത്താനോ ഒതുക്കി നിർത്താനോ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇപ്പം എല്ലാവരെയും ഒരു മാനവികത, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ആത്മീയത ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയത ഞാൻ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാനവികതയിൽ നിന്നാണ്. ഈ മനുഷ്യത്വമില്ലാത്ത ഒരു ആത്മീയത എന്ന് പറയുന്നത് കാപട്യമാണ്. എന്നമുള്ള മാഷിൽ ആ കാപട്യം ഓംചേരി മാഷിൽ ആ കാപട്യം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിക്കുന്ന ഒരു നൈർമല്യം, മലിനമല്ലാത്തൊരു മനസ്സ്, പുഞ്ചിരിച്ചുണ്ട്. അദ്ദേഹം കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഒരുപാട് കുറവുകളും ഒരുപാട് തിന്മകളും ഉള്ളവരാണ്. പക്ഷെ ആ കുറവുകളും തിന്മകളൊക്കെ അവരുടെ പ്രശ്നമാണ്. ഓംചേരി മാഷിന്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനാണ്. എന്തെല്ലാം കുറവുകളും തിന്മകളും ഉണ്ടെന്നുണ്ടെങ്കിലും അവരിൽ എന്തൊക്കെയോ നന്മ ഉണ്ട്. ആ നന്മയുടെ പേരിൽ അവരെ സ്നേഹിക്കുക, ആദരിക്കുക, അവരോട് ഇടപെടുക. ആരെയും ഒരിക്കലും മാറ്റി നിർത്തിയിരുന്നില്ല, എല്ലാവരും ഉൾക്കൊള്ളും. അപ്പം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് എനർജി കിട്ടും. കാരണം ആരോടും പകയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരെക്കുറിച്ചൊന്നും വലിയ ദൂഷ്യമൊന്നും പറയാതെ എല്ലാവരെയും അവരുടെ നന്മയുടെ പേരിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ. എല്ലാത്തിനും അദ്ദേഹം സമയം കണ്ടെത്തുമായിരുന്നു. അവിടെ നിന്നാണ് ചിന്ത തുടങ്ങിയത്. ഈ ഫൗണ്ട് ടൈം ഫോർ എവരിത്തിങ്. എല്ലാത്തിനും, ഏത് പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു വലിയ പോസിറ്റീവ് എനർജിയായിരുന്നു. ഏത് സമ്മേളനത്തിൽ, ഒരുപാട് സമ്മേളനങ്ങളിൽ ഞാനിവിടെ ഡൽഹിയിലായിരുന്നു ഇത്രയും കാലം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ആയിട്ട് ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 11 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു നിറ സാന്നിധ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെ നമുക്ക് മറ്റുള്ളവരുടെ, അവൻ ജാതിയോ മതമോ രാഷ്ട്രീയമോ സമുദായമോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യനായി കണ്ട് മറ്റുള്ളവരോട് അവരുടെ നന്മയിൽ സന്തോഷിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരോട് ചേർന്ന് നിൽക്കാനൊക്കെ കഴിയുന്ന ഒരു മാനവികത സൃഷ്ടിക്കാൻ കഴിയുന്ന ആത്മീയതയുടെ വക്താക്കളായിട്ട് മാറാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയുടെ അടയാളം, അല്ലെങ്കിൽ ആത്മീയതയുടെ യഥാർത്ഥത്തിലുള്ള ഒരു അടയാളം. അങ്ങനെയുള്ളൊരു അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ആളുകൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമായതുകൊണ്ടാണ് ഓംചേരി മാഷയും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായിരുന്നു ഒരു വർഷം മുമ്പ് വേർപെട്ടു പോയ ലീല ചേച്ചിയെയും ഓർക്കാൻ കാരണം. അങ്ങനെയുള്ള നല്ല മനുഷ്യരെ നമുക്ക് പ്രചോദനമാകട്ടെ. നല്ല സമൂഹങ്ങളെ, നല്ല മനുഷ്യ സമൂഹങ്ങളെ വാർത്തെടുക്കാൻ അത് നമുക്ക് സഹായവുമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.